എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചില നാടൻ കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ കുറച്ച് ചക്ക കിട്ടിയായിരുന്നു, അപ്പോൾ വെച്ച് നല്ലൊരു ചക്ക കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചക്ക കൂട്ടാൻ നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ച് ചക്കക്കുരു കൂടി ഇതിനകത്ത് കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ ഈ കറി നമ്മൾ റെഡിയാക്കി എടുത്തു. ചക്ക പുഴുക്ക്, ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് സോസേജും കൂടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരുവിധം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് വയ്ക്കാം. ഈ മസാലകളെല്ലാം ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ക്യാബേജും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു അരക്കപ്പോളം ക്യാബേജും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുവിധം ഇതൊന്ന് വഴന്നു വന്നതിന് ശേഷം നമുക്ക് ക്യാബേജും കൂടി ഇതിലേക്ക് ഇടാം. അപ്പോൾ ഈ ക്യാബേജ് വളരെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും, പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഇതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ആദ്യമേ ചേർക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഗരം മസാല പൗഡറും കൂടി ഇടുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഗരം മസാല പൗഡർ ഇടണം. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് വളരെ പെട്ടെന്നായി കിട്ടും. ഇനി ഇതൊന്ന് വേവാനായിട്ടൊന്ന് മൂടി വയ്ക്കും. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജുകൾ ഇതിനകത്തേക്ക് ചേർക്കാം. സോസേജ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ അത് ചെറിയ തീയിൽ ഇതൊന്ന് അടച്ച് വയ്ക്കാം. നന്നായിട്ടൊന്ന് ഒരുമിച്ച് യോജിച്ച് ചേരാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കാം. അങ്ങനെ കിടലൻ ടേസ്റ്റിൽ നമ്മൾ സോസേജ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ക്യാബേജും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഒരു കുക്കർ അടുപ്പത്തേക്ക് വയ്ക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക്, ജീരകം, വറ്റൽമുളക് ഇതൊക്കെ ഇട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് കരിവേപ്പില ഇടാം. പിന്നെ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി നമുക്കിടാം. ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇടാം. അപ്പോൾ ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകളൊന്നായിട്ട് ചേർക്കാം. കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ ഇതെല്ലാം കൂടി ഇടുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് ഒന്ന് നമുക്ക് ഒപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി അരിച്ച് കൂടി ചേർക്കാം. ഒരു വലിയ തക്കാളി ഒന്ന് അരച്ചെടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കടലയും കൂടി ചേർക്കാം. ഒരു കപ്പോളം കടല എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് വേവിച്ചെടുക്കാം.
അതിൻ്റെ കൂടെ തന്നെ കൊഞ്ച് വറുത്തതും കൂടി എടുക്കുന്നുണ്ട്. ആദ്യമേ തന്നെ മസാലകളെല്ലാം ഒന്ന് പുരട്ടി വയ്ക്കും. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കും. അപ്പോൾ ഉച്ചയൂണിൻ്റെ കറികളൊക്കെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ കിടിലൻ രുചിയുള്ള കറികളെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.